ഹായ്, നല്ല ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു ഐറ്റം ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഹെവി ആയിട്ടുള്ള ഒരു ഫങ്ഷൻ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല പൊള്ളി ഐറ്റമാണ്. നല്ല അടിപൊളി ഫാബ്രിക് ആണ്. ഇതിലുണ്ടോ യോക്ക് പോർഷനിൽ നല്ല ഹെവി ആയിട്ടുള്ള ഒരു സർദോസി ഹാൻഡ് വർക്ക് ഓൾ ഓവർ സെൽഫ് ടോണിലാണ് ഇതിലെ വർക്ക് പോയേക്കുക. പിന്നെ വന്നേക്കുന്നത് ഇതുണ്ടോ, ഇതിൻ്റെ അടുത്ത ഹൈലൈറ്റ് എന്ന് പറഞ്ഞതുണ്ടോ, അടിപൊളിയായിട്ട് വരുന്ന ഇതൊക്കെ യുണീക്കായിട്ട് നിൽക്കുന്ന സ്റ്റൈൽസ് ആട്ടോ. അപ്പോൾ ഇത്രയും കളർ ഷെയ്ഡ്സ് നമ്മുടെ കയ്യിലുണ്ട്. പിങ്ക് വേരിയൻ്റ് ഉണ്ട്, യെല്ലോ ഉണ്ട്, പീച്ചിൻ്റെ കളറുണ്ട്, സീ ഗ്രീൻ ഉണ്ട്, പിന്നെ ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡ് ഉണ്ട്. സോ ഇപ്പം വീഡിയോയിൽ വരുമ്പോൾ ഇച്ചിരി കൂടെ പീസ്റ്റലാണ് ഈ കളേഴ്സൊക്കെ. നല്ല ബ്യൂട്ടിഫുൾ പിങ്ക് വേരിയൻറ്റിൽ സെൽഫ് ടോൺ ഹെവി വർക്ക്. താഴെഭാഗം ഒരു ലേസ് അറ്റാച്ച്മെന്റ് കൊടുത്തിട്ടുണ്ട്. ഡാമണിൽ യോക്കിൽ വന്നിട്ട് നെക്ക് ലൈൻ പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. ഹെവി ആയിട്ട് സർദോസി ഹാൻഡ് വർക്ക് ആണ്. ഇതുണ്ടോ, കൂടുതൽ അതിൽ ഫ്രഞ്ച് നോട്ട്സും പേൾസും ആണ് അതിൽ യൂസ് ചെയ്തേക്കുക. അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതാണ്. ഇതുണ്ടോ, ഒരു പ്രീമിയം സ്റ്റൈൽ ഒരു നെറ്റ് പേസ് ആണ് അതിൽ യൂസ് ചെയ്തേക്കുന്നത്. യുണീക്ക് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് കൊടുത്തേക്കുന്നത്. നമ്മൾ ഓൾറെഡി ഇത് ചെയ്തിട്ടുണ്ട്, റീസ്റ്റോക്ക് ഒക്കെ ചെയ്തേക്കുന്ന ഐറ്റമാണ്. ആൻഡ് ബോട്ടും ആൻഡ് ഇന്നറും ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഒട്ടും കൺഫ്യൂഷൻ വരണ്ട. ചില കളേഴ്സ് വീഡിയോയിൽ വരുമ്പം ഇച്ചിരി ബ്രൈറ്റ് ആയിരിക്കും, ടസ്റ്റി ആയിരിക്കും, അല്ലെങ്കിൽ വളരെ പീസ്റ്റൽ ആയിരിക്കും. അങ്ങനെയൊന്നുമല്ല, ഒരു മിഡ് റേഞ്ചിൽ എന്നാൽ നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്ന കളർ ഷെയ്ഡ്സ് ഉണ്ട്. അങ്ങനത്തെ ഷെയ്ഡ്സ് ആണ്. ഇത് നല്ല പൊളിയാണ് കേട്ടോ. ഇതൊക്കെ എല്ലാവർക്കും ചേരും. ഈ ഒരു യെല്ലോയുടെ വേരിയൻറ്റ് ഓവറല്ല, അടിപൊളിയായിട്ട് നിൽക്കുന്ന ഷെയ്ഡ്. ദുപ്പട്ടയുണ്ട്, ഫുൾ ഒരു ഫങ്ഷൻ വെയർ സ്റ്റൈലാണ്. അത് പ്രീമിയം നെറ്റ് ബേസ് ആണ് അതിൽ യൂസ് ചെയ്തേക്കുക. അതിൻ്റെ ബോർഡറൊക്കെ നല്ല ഹെവിയാണ്. ബോട്ടം ആൻഡ് ഇന്നർ ഉണ്ട്. ആണ് ലുക്ക്. ഇതുണ്ടോ, ഇതാണ് നെക്സ്റ്റ് കളർ. ഇത് ചിലപ്പം ഈ ടൈപ്പ് കളർ എപ്പോഴും വീടെടുത്ത് വളരെ പേസ്റ്റിലായിരിക്കും. ഇത് ഞാൻ പറഞ്ഞല്ലോ, മിഡ് റേഞ്ച്, അതായത് എല്ലാ ഒരു കളറുള്ള നല്ല ടോൺസ് ആണ്. എന്ന് പറഞ്ഞാൽ ഭയങ്കര ഓവർ ബ്രൈറ്റ്നെസ് അല്ല, ഭയങ്കര കളർഫുൾ അല്ല, ലൈറ്റായിട്ട് നിൽക്കും. എന്നാൽ ഹെവി വർക്ക് ആണല്ലോ. ഇതിലെ വർക്കും കണ്ടോ, നല്ല ഹെവി ആയിട്ടുള്ളൊരു ഫ്ലോറൽ വർക്കാണ് അതിൽ ചെയ്തേക്കുക. എന്നിട്ട് അതിനകത്ത് ഫുള്ളും ഈ ഇങ്ങനെ പക്ഷെ കൊണ്ട് കയറുമൊന്നുമില്ല, ഫുൾ സീക്വൻസി വരുത്തിട്ടുണ്ട്. ഈ ട്രാൻസ്പെറൻറ്റ് സീക്വൻസി യൂസ് ചെയ്തിട്ടുണ്ട്. അത് ആ എംബ്രോയ്ഡറിക്ക് അകത്താണ്. നമ്മളിങ്ങനെ പിടിക്കുമ്പം റബ് ചെയ്യുമ്പോൾ ഒന്നും മനസ്സിലാവില്ല അതിനകത്ത് ഉണ്ടെന്ന്. ബട്ട് ലൈറ്റ് അടിക്കുമ്പോഴോ അല്ല അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കുമ്പോൾ ഫുൾ ഗ്ലിറ്ററി ലുക്ക് വരുന്നുണ്ട്. 1580 ആണ് പ്രൈസ്. ഈ കളറിന് പ്രശ്നം അറിയാലോ, ഇത് നിങ്ങൾ വീഡിയോയിൽ ബ്ലൂ ആയിട്ടായിരിക്കും കാണുക. നേരിട്ട് വരുമ്പം സീ ഗ്രീൻ ബേസ് ആയിട്ട് നിൽക്കുന്ന ഒരു കളർ ടോൺ ആണ് യൂസ് ചെയ്തേക്കുക. എന്നാൽ നല്ലതാണ്. എല്ലാ കളേഴ്സും അതെ, എല്ലാവർക്കും ചേരും. ചിലർക്ക് കൺഫ്യൂഷൻ ഉണ്ട്, എനിക്ക് തരും, അങ്ങനെയൊന്നും ഇല്ല. ഇത് എല്ലാവർക്കും ചേരുന്ന വിധത്തിലുള്ള കളേഴ്സും പാറ്റേണും ആണ് കൊടുത്തേക്കുന്നത്. നല്ല ഹെവിയാണ്, എന്നാൽ ആ ഒരു ഓവർ ഫീലിംഗ് ഇതിൽ വരുന്നില്ല. എല്ലാം സെൽഫായിട്ടുള്ള രീതിയിൽ ചെയ്തേക്കുന്നതുകൊണ്ട് തന്നെ വിത്ത് ബൂട്ടം ആൻഡ് ഇന്നർ ടെൽസാൻഡു. പ്രീമിയം ചന്തേരി ബേസ് ഫാബ്രിക് ആണ് ഇതിലെല്ലാം യൂസ് ചെയ്തത്. ഇതിലെ വർക്ക്, യോക്കിലെ വർക്കിലെ ഡിഫറൻസ് ഉണ്ട്. പാറ്റേൺ എല്ലാം സെയിം തന്നെയാണ്, പ്രൈസ് റേഞ്ചും സെയിം ആണ്. ബട്ട് ഇത് കണ്ടോ, ഇതിൽ കൂടുതലും കുറച്ചുകൂടെ ഹെവി ആയിട്ട് ഈ കുഞ്ഞ് ഷുഗർ ബീഡ്സിൻ്റെ വർക്കാണ് ഇതിൻ്റെ യോക്കിൽ ചെയ്തേക്കുന്നത്. ആൻഡ് ഇതാണ് എൻ്റെ ദുപ്പട്ട വന്നിരിക്കുന്നത്. നല്ല ബാപ്റ്റിസത്തിനോ വെഡ്ഡിങ്ങിനോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രാൻഡ് ആയിട്ടുള്ള സെറ്റ് വിത്ത് ബോട്ടം ആൻഡ് ഇന്നർ. ഇത്രയും കളർ ഷെയ്ഡ്സ് വന്നു, 5 കളർ ഷെയ്ഡ്സിലാണ് കൊണ്ടുവന്നേക്കുക. 1580 ആണ് പ്രൈസ്. താങ്ക് യു.